ജീവിതത്തിൽ ആരുമില്ലെന്ന് തോന്നുമ്പോൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ആരെങ്കിലുമൊക്കെയാകും പലപ്പോഴും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെയായി മാറുന്നത്. സന്തോഷ നിമിഷങ്ങൾ എത്രയുണ്ടെങ്കിലും പ്രിയപ്പെട്ടവർ കൂടെയില്ലെങ്കിൽ എന്നും മനസ്സിനൊരു വിങ്ങലാണ്. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കുന്നതും ഒരു ചലഞ്ചാണ്. ആർക്കും ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവരൊക്കെ കണ്ടത് തിരയും തീരവും മാത്രമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും അവരോടൊപ്പം സമയം പങ്കിടുന്നതിലൂടെയുമാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. അതൊരു ചെറു പുഞ്ചിരി മാത്രമാണെങ്കിൽ പോലും. മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് എണ്ണുവാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ സന്തോഷത്തിന്റെ രഹസ്യം. എല്ലായ്പ്പോഴും മനുഷ്യൻ വിധിയെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഭിനിവേശത്തിന്റെയും ബലഹീനതകളുടെയും പ്രതിധ്വനിയാണ് അവന്റെ ജീവിതം. അനുഭവം ഏറ്റവും നല്ല അധ്യാപകനാണ്. പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടായിരിക്കും അദ്ദേഹം പഠിപ്പിക്കുക. ഒരു മോശം അധ്യായം മാത്രമാണ് അവസാനിച്ചിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ജീവിതമല്ല. പുതിയ മനുഷ്യരുടെ കടന്നുവരവ് നഷ്ടപ്പെട്ടതിന് പകരമാവില്ലെന്ന് പറയാനേ പറ്റൂ. ചിലപ്പോൾ മികച്ചതായേക്കാമല്ലോ. സ്നേഹിക്കുക എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ മൂല്യമുണ്ട് അറിഞ്ഞു നൽകുന്ന പലതിനും. വാക്കുകളെ മതിക്കാത്തവർക്ക് മൗനം തന്നെയാണ് ഏറ്റവും മികച്ച മറുപടി. ആരും ആർക്കും പകരമാവില്ല. നമുക്കാണ് പലരെയും വേണ്ടത്, അവർക്കൊന്നും നമ്മളെ വേണമെന്നുണ്ടാകില്ല. ഓരോ പുലരിയെയും ജീവിതത്തിലെ പുതിയ അവസരമായി കാണുന്നവർക്ക് എങ്ങനെയാണ് നഷ്ടത്തെക്കുറിച്ചോർത്ത് വേദനിക്കാൻ കഴിയുക? മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ മാറി നിൽക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വെറും കോമാളിയായി മാറും. അണഞ്ഞു പോയതിനു ശേഷമേ നമ്മൾ അറിയൂ, ചെറുതാണെങ്കിലും കൂടെയുണ്ടായിരുന്ന ആ വെട്ടം വളരെ വലുതായിരുന്നു എന്ന്. ശബ്ദം കുറച്ച് പരുഷമായ ശൈലിയിൽ സംസാരിക്കുന്ന പുരുഷന്മാരിലേക്കാണ് സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. അവരുടെ ആത്മവിശ്വാസവും സംയമനവും സ്ത്രീകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.